സോ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബിർച്ച് റിഡക്ഷൻ ആൻഡ് ഡാബ്കോ റിയേജൻറ്റ്. ഫസ്റ്റ് എന്താണ് ബിർച്ച് റിഡക്ഷൻ എന്നുള്ളതാണ്. അരോമാറ്റിക് റിങ്സിനെ ഡയീനാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അരോമാറ്റിക് റിങ്സിൻ്റെ റിഡക്ഷനാണ് ഇൻറ്റു ഡയീൻസ്. എന്ത് യൂസ് ചെയ്തിട്ടാണ്? ലിഥിയം അല്ലെങ്കിൽ സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ. അപ്പം റിയേജൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ. സോ ഇവിടെ അമോണിയ ആക്ട് ആസ് എ സോൾവെൻറ്റ്. സോ നമുക്ക് എന്താണ്? സോൾവേറ്റഡ് ഇലക്ട്രോൺ അവിടെ എന്തായിട്ട് കിട്ടുന്നുണ്ട്? അറ്റാക്കിംഗ് റിയേജൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ബെൻസീന് നമ്മൾ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആൻഡ് പ്രോട്ടോണേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആൽക്കഹോളും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് എന്തായിട്ട് കിട്ടും? 1,4-സൈക്ലോഹെക്സാഡയീന് കിട്ടും. അതായത് ഈ ഒരു പൊസിഷനിലും അതേപോലെ തന്നെ ഇവിടെ എന്ത് നടക്കും? ഹൈഡ്രജൻ വന്നിട്ട് ആഡ് ചെയ്യും. സോ അതാണ് റിഡക്ഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ്റെ കേസിൽ ഇപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഇല്ലാത്ത ബെൻസീനാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിൻ്റെ കേസിൽ ഇൻ കേസ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പൊക്കെ പ്രസൻ്റ് ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റിന് എന്താണ്? ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അത് മെക്കാനിസം പറയുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് മെക്കാനിസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർമേഷൻ ഓഫ് ഇലക്ട്രൈഡ് സാൾട്ട് അല്ലെങ്കിൽ സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ അമോണിയയിൽ സോഡിയം ഡിസോൾവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സോൾവേറ്റഡ് ഇലക്ട്രോൺ കിട്ടും. ആ ഒരു സോൾവേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? എ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ്റെ ഫോർമേഷൻ അവിടെ നടക്കും. ഇവിടെ ആക്റ്റീവ് റിയേജൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ബിർച്ച് റിഡക്ഷൻ്റെ ആക്റ്റീവ് റിയേജൻ്റ് എന്താണ്? അതൊരു സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ്. റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രോങ് കളർ. ആ സ്ട്രോങ് കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സോൾവേറ്റഡ് ഇലക്ട്രോൺ ആണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ഇലക്ട്രോൺ ആണ് നമ്മളുടെ ആക്റ്റീവ് റിയേജൻ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി മെക്കാനിസം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ദാറ്റ് സോൾവേറ്റഡ് ഇലക്ട്രോണ്. രണ്ടാമത്തത് എന്താണ്? ഇവിടെ ശരിക്കും ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസമാണ് നടക്കുന്നത്. സോ ആ സിംഗിൾ ഇലക്ട്രോണ് എവിടെ നിന്നാണ്? മെറ്റലിൽ നിന്നും അല്ലെങ്കിൽ സോഡിയം മെറ്റലിൽ നിന്നും ഫോം ചെയ്തിട്ടുള്ള ആ സിംഗിൾ ഇലക്ട്രോണ് അരോമാറ്റിക് റിങ്ങിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു റാഡിക്കൽ ആനയോൺ അവിടെ ഫോം ചെയ്യും. ഈ ആനയോൺ എന്ത് ചെയ്യും? പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ന്യൂട്രൽ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഒരു റാഡിക്കൽ ആനയോൺ ഫോം ചെയ്തു, രണ്ടാമതൊരു ന്യൂട്രൽ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു. ഈ ന്യൂട്രൽ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇൻ്റർമീഡിയറ്റിലോട്ടാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു ന്യൂട്രൽ റാഡിക്കൽ ഇൻ്റർമീഡിയറ്റിൽ വീണ്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ വീണ്ടും ആനയോൺ ഫോം ചെയ്യും. വീണ്ടും പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു അൺകോൺജുഗേറ്റഡ് സൈക്ലോഹെക്സാഡയീന് ഫോം ചെയ്യും. അപ്പോൾ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ വന്നിട്ട് ആഡ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 2 സ്ഥലത്ത് പ്രോട്ടോണിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിസത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്താണ്? നമ്മളുടെ സോൾവേറ്റഡ് ഇലക്ട്രോൺ വന്നിട്ട് എന്താണ്? അരോമാറ്റിക് റിങ്ങിലോട്ട് ആഡ് ആവും. ഇവിടെ ഇപ്പോൾ ഈ ഇലക്ട്രോൺ വരുന്നത് ഈ ഒരു പൊസിഷൻ, എല്ലാ പൊസിഷനും സെയിം ആണ്. ഇവിടേക്ക് എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് ഇലക്ട്രോൺ വരുന്ന സമയത്ത് ഈ ബോണ്ട് എന്താണ്? ഇത് ഇങ്ങോട്ട് ക്ലീവ് ചെയ്യും, ഇങ്ങോട്ടും ക്ലീവ് ചെയ്യും. ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും. ആ ഹോമോലിറ്റിക് ക്ലീവേജ് കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി വന്നൊരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഈ ബോണ്ട് ബ്രേക്കായ ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ ഇവിടെ ഒരു ആനയോൺ ഫോം ചെയ്തു, ഒരു റാഡിക്കൽ ആനയോൺ ഫോം ചെയ്തു. പിന്നെ ഈ അതേ സമയം തന്നെ ഈ ബോണ്ടും എന്താണ്? ഹോമോലിറ്റിക് ക്ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റാഡിക്കലും ഉണ്ട്. അപ്പോൾ ഇതെന്തായി? ഒരു റാഡിക്കലും ഉണ്ട്, ഒരു ആനയോണും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു റാഡിക്കൽ ആനയോൺ ആണ്. നമ്മൾ റിയേജൻറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിനെ ആഡ് ചെയ്യുന്നുണ്ട്, പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൽക്കഹോളിൽ നിന്നും എന്ത് ചെയ്യും? ഈ ആനയോൺ ഒരു പ്രോട്ടോണിനെ എടുക്കും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് റിഡക്ഷൻ വിത്ത് സിംഗിൾ ഇലക്ട്രോൺ. ഒരു സിംഗിൾ ഇലക്ട്രോണിനെ വെച്ചിട്ട് അവിടെ റിഡക്ഷൻ നടന്നു. ഇനി ബാക്കി എന്താണ്? ഇവിടെ ഒരു റാഡിക്കൽ ഉണ്ട് അല്ലേ? അടുത്ത സോൾവേറ്റഡ് ഇലക്ട്രോൺ വരുന്നത് ഈ ഒരു റാഡിക്കലിൻ്റെ സെൻറ്ററിലോട്ടാണ്, അല്ലെങ്കിൽ ആ റാഡിക്കൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കാർബണിൻ്റെ അടുത്തോട്ടാണ്. സോ ഇവിടെ ആനയോൺ ഫോം ചെയ്തു, വീണ്ടും പ്രോട്ടോണേഷൻ നടക്കും. വീണ്ടും ഈ ഒരു സെൻറ്ററിൽ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ആഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 1 2 3 4 1,4 ഡയീൻ ഫോം ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? 1,4 ഡയീൻ ആണ്. അരോമാറ്റിക് റിങ്ങിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 1,4 ഡയീന് പ്രിപ്പയർ ചെയ്തു.
ത്രൂ ബിർച്ച് റിഡക്ഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോൾ ഇങ്ങനെയല്ല മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂവൻസ്, എങ്ങനെയാണ് റീജിയോ സെലക്ടിവിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് എഫക്ട്സ് ഇൻ ദ ബിർച്ച് റിഡക്ഷൻ. ഇവിടെ നമുക്കറിയാം ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഫ്രീ ഇലക്ട്രോൺ ആണ്. കാരണം ഫ്രീ ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പം ഇപ്പോൾ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്തും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്തും ആ ഫ്രീ ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സെൻറ്ററിലോട്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ സബ്സ്റ്റിറ്റ്യൂവൻസ് പിന്നെ ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൾസോ ഗീവ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. ഇനി ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ്റെ മെക്കാനിസം പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ് ഈ ഒരു അരോമാറ്റിക് റിങ്ങിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത്. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ലൈക്ക് COOCH3 നമ്മുടെ ആനിയോൺ എന്താണ്, ഇപ്പോൾ ഇവിടെയാണ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രോൺ വരുന്നത് എന്നുണ്ടെങ്കിൽ ആനിയോൺ ഫോം ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള കാർബണിലാണ്. അപ്പോൾ ആ ഒരു കാർബൺ എന്താണ്, അവിടെയാണ് ആനിയോൺ ഫോം ചെയ്യണത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇലക്ട്രോൺ വരുന്നത് ഈ ഒരു കാർബണിലോട്ടാണെങ്കിൽ ഈ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് മാറും. ഈ ആനിയോൺ എന്താണ്, സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മോർ ഫേവറബിൾ കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈഡിലോട്ട് ആദ്യത്തെ ഇലക്ട്രോൺ വന്നിട്ട് ഇവിടെ ആനയോൺ ഫോം ചെയ്തിട്ട് ആ ഒരു ആനയോൺ പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മൾ ആ ഒരു സെൻറ്ററിലോട്ട് പിന്നീട് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ് പ്രസൻറ്റ് എന്നുണ്ടെങ്കിൽ പ്രോട്ടോൺ എവിടെ നടക്കുന്നത്, പ്രോട്ടോണേഷൻ ഫസ്റ്റത്തെ പ്രോട്ടോണേഷൻ നടക്കുന്നത് കാർബൺ ബിയറിംഗ് ദ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ്. ഫസ്റ്റത്തെ പ്രോട്ടോൺ വരുന്നത് ഏത് കാർബണിലാണോ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻറ്റ് ആയിട്ടുള്ളത് ആ ഒരു കാർബണിലാണ് നമ്മളുടെ ഫസ്റ്റത്തെ പ്രോട്ടോണേഷൻ നടക്കുന്നത്. ഇനി മെക്കാനിസം പറയുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടത് ക്ലിയർ ആവും. ഇതെങ്ങനെയാണ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാർബണിലോട്ട് എന്തുകൊണ്ടാണ് ഫസ്റ്റത്തെ ഇലക്ട്രോൺ വരുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഉള്ള ആനയോൺ എന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാരണം എന്താണ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വേറൊരു റീസൺ എന്താ വെച്ചാൽ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ആകുമ്പം ഈ ഒരു കാർബൺ എന്താണ് ഇലക്ട്രോണിന്, ഈ ഒരു കാർബണിലുള്ള ഇലക്ട്രോണിന് ഇത് വലിക്കുക ചെയ്യുക. അപ്പോൾ ഇതിന് പോസിറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു റെസൊണൻസ് ചാർജ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ചാർജിന് അവിടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ വരാനൊന്നും കൂടി സ്യൂട്ടബിൾ സെൻറ്റർ എന്താണ്, ഇങ്ങോട്ടാണ്. അങ്ങനെയും നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ഷൻ്റെ മെക്കാനിസം എന്നുള്ളതാണ്. ഇവിടെ അസറ്റോഫിനോൺ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അതാണ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രജന് ഫസ്റ്റത്തെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഏത് കാർബണിലാണോ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത് ആ കാർബണിലോട്ട് ഒരു ഹൈഡ്രജനും അതിൻ്റെ പാരാ പൊസിഷനിൽ മറ്റേ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പൊസിഷനിലാണ് മറ്റേ ഹൈഡ്രജനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് അല്ല കിട്ടുക. ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മെക്കാനിസം വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഈ ബോണ്ട് എന്ത് ചെയ്യും, ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും. സോൾവേറ്റഡ് ഇലക്ട്രോൺ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി, ഒരു കാർബാനിയോൺ ഫോം ചെയ്തു. അതേസമയം തന്നെ ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെയും റാഡിക്കൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ആ ഡബിൾ ബോണ്ടാണ് ഇത്. ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ നമുക്കൊരു ഇലക്ട്രോൺ റാഡിക്കലും കൂടി ഉണ്ട്. ഇനി ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാരണം ഇവിടെ ഇവിടെ ആനിയോൺ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പുമായിട്ട് അതെന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇത് മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കാർബാനിയോൺ ഫോം ചെയ്യാൻ ഈ ഒരു സെൻറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി പ്രോട്ടോണേഷൻ നടത്തുമ്പോൾ ഈ ഒരു കാർബാനിയോൺ സെൻറ്ററിലോട്ട് ആദ്യത്തെ പ്രോട്ടോൺ എൻ്റർ ചെയ്യും. വീണ്ടും രണ്ടാമത് ഇലക്ട്രോൺ വരും. ഇവിടെ ആനിയോൺ ഫോം ചെയ്യും. വീണ്ടും പ്രോട്ടോണേഷൻ നടക്കും. രണ്ടാമത്തെ ഇലക്ട്രോണ് ഇവിടെയും ആഡ് ചെയ്യും. നമ്മളുടെ 1,4-ഡൈൻ പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് വന്നാലുള്ള മെക്കാനിസം. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് പ്രസൻറ്റ് എന്നുണ്ടെങ്കിൽ ഇതാണ് പ്രോഡക്റ്റ്. 1,4-ഡൈൻ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഏത് കാർബണിലാണോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്രസൻറ്റ് ആയിട്ടുള്ളത് അതിൻ്റെ അടുത്തുള്ള അഡ്ജസൻറ്റ് കാർബണിലാണ് ആദ്യത്തെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ടാമത്തെ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റാണ് കിട്ടുക. ഡബിൾ ബോണ്ട് ഇങ്ങനെ വരുന്ന പ്രോഡക്റ്റാണ് നമുക്ക് ഇതിൽ കിട്ടുക.
അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് CH ബോണ്ട് ഡിറ്റർമൈൻസ് വിച്ച് പ്രോഡക്റ്റ് വിൽ ഫോം. അങ്ങനെ അതെന്താണ്, വേർ ദ മോസ്റ്റ് സ്റ്റേബിൾ ആനയോൺ ഏതാണോ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഫസ്റ്റത്തെ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് CH ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കാർബാനയോൺ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഓൾറെഡി പ്രസൻറ്റ് ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു സെൻറ്ററിൽ വീണ്ടും കാർബാനയോൺ ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് മോർ റിപ്പൽഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു സെൻറ്ററിൽ കാർബാനയോൺ ഫോം ചെയ്യില്ല. എന്നാൽ അതിൻ്റെ നിയർ അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്ത അല്ലെങ്കിൽ എവേ ആയിട്ടാണ് കാർബാനയോൺ ഫോം ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഈ ഒരു സെൻറ്ററിലോട്ടാണ് ആദ്യത്തെ കാർബാനയോണിനെ അല്ലെങ്കിൽ ആദ്യത്തെ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്. ഇതാണ് മെക്കാനിസം. ഇതാ ഒരു ഇലക്ട്രോൺ അനൈസോൾ അല്ലേ, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ഈ ഒരു ഏത് കാർബണിലാണോ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിലാണ് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബോണ്ടാണ് ബ്രേക്ക് ആവുന്നത്. കാരണം ഇവിടെയാണ് നമുക്ക് കാർബാനയോൺ ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ബോണ്ട് ബ്രേക്ക് ആവണത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സെൻറ്ററിലോട്ടാണ് നമ്മളുടെ ഇലക്ട്രോൺ വരിക. അപ്പോൾ ഇവിടെയാണ് കാർബാനയോൺ ഫോം ചെയ്യുക. അത് ഈ ഒരു കണ്ടീഷനിൽ ഫേവറബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. സോ ഇവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യും, ഇവിടെയും റാഡിക്കൽ ഫോം ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടെയും റാഡിക്കൽ ഫോം ചെയ്യും, ഇവിടെയും റാഡിക്കൽ ഫോം ചെയ്യും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ആ ഡബിൾ ബോണ്ടാണിത്. ഇവിടെ ഓൾറെഡി ഒരു റാഡിക്കൽ ഫോം ചെയ്തതുണ്ട്. പിന്നെ നമ്മളുടെ ഇലക്ട്രോൺ വരുന്നത് ഈ സെൻറ്ററിലോട്ട് അല്ലേ. അപ്പോൾ കാർബാനയോൺ ഫോം ചെയ്തു. ഈ ആനയോൺ എന്താണ്, പ്രോട്ടോണിനെ എടുക്കും. അപ്പോൾ ഈ സൈഡിൽ ഫസ്റ്റത്തെ പ്രോട്ടോൺ വന്നു. രണ്ടാമത്തെ ഇലക്ട്രോൺ വരുന്നത് ഈ റാഡിക്കലിൻ്റെ അടുത്തോട്ടാണ്. സോ കാർബാനയോൺ ഫോം ചെയ്തു, പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തു, രണ്ടാമത്തെ ഹൈഡ്രജനെയും ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെൻറ്ററിലാണ് ഇവിടെയാണ് ഹൈഡ്രജൻ ആഡ് ചെയ്തത്. ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് വരിക. നേരെ തിരിച്ചായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെയാണ് ഹൈഡ്രജനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. ഇനി സിന്തറ്റിക് ആപ്ലിക്കേഷൻ ആണ്. മോസ്റ്റ് ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിന്തറ്റിക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് റിങ്ങിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം, ബീറ്റ കീറ്റോ എസ്റ്റർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻലി ബിർച്ച് റിഡക്ഷൻ്റെ വലിയൊരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ അരോമാറ്റിക് റിങ് ഉണ്ട്. ഈ അരോമാറ്റിക് റിങ്ങിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ബിർച്ച് റിഡക്ഷൻ നടത്തി. എന്നിട്ട് നമ്മളതിനെ ഓസോണോളിസിസും കൂടി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരോമാറ്റിക് റിങ് എന്തായിട്ട് മാറി, ഒരു ബീറ്റ കീറ്റോ എസ്റ്റർ ഫോമിലോട്ട് മാറി. അപ്പോൾ ആ ഒരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ വന്നതുകൊണ്ടാണ് ഈ അരോമാറ്റിക് റിങ്ങിൻ്റെ ബിർച്ച് റിഡക്ഷൻ എന്നല്ലെങ്കിൽ റിഡക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ബിർച്ച് റിഡക്ഷനിൽ പറയാനുള്ള കാരണം. ഇനി ആന്ത്രസീനെ ബിർച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയൻ്റെ പ്രസൻസിൽ ബിർച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സൈഡിൽ ഇവിടെയാണ് ഹൈഡ്രജനെ ആഡ് ചെയ്തിട്ട് 9,10 ഡൈഹൈഡ്രോ ആന്ത്രസീൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. നാഫ്തലീനെയാണ് നമ്മൾ ബിർച്ച് റിഡക്ഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വന്നിട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 1,4 ഡൈഹൈഡ്രോ നാഫ്തലീൻ. ഇനി ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അരോമാറ്റിക് റിങ്ങിനെ മാത്രമല്ല നമുക്ക് ആൽക്കൈൻസിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഡിയം ബാർ ലിക്വിഡ് അമോണിയൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടത്താൻ പറ്റും. ബിർച്ച് റിഡക്ഷൻ്റെ കാറ്റഗറി നമ്മൾ ആദ്യം തന്നെ ഡെഫിനിഷൻ വൈസ് പറഞ്ഞത് അരോമാറ്റിക് റിങ്സിൻ്റെ റിഡക്ഷൻ എന്നാണ്. അതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു സിന്തറ്റിക് ആപ്ലിക്കേഷൻ ശരിക്കും വരുന്നത് അരോമാറ്റിക് റിങ്ങിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബിർച്ച് റിഡക്ഷൻ നമ്മൾ മോസ്റ്റ് കേസിലും അരോമാറ്റിക് റിങ്ങിനെ എക്സാമ്പിൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ് ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ്, ട്രാൻസ് ആൽക്കീൻസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഫ്രം ആൽക്കൈൻസ് കേട്ടോ. എന്ത് ഈ ബിർച്ച് റിഡക്ഷൻ എന്നുള്ളത് ട്രാൻസ് ആൽക്കീൻസ്. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്തു, ട്രാൻസ് ആൽക്കീൻ. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ട്രാൻസ് ഹെക്സ് 3 ആണ്. അതിൻ്റെ മെക്കാനിസം നേരത്തെ പറഞ്ഞ മെക്കാനിസം തന്നെയാണ് വരുന്നത്. ഈ ബോണ്ട് ബ്രേക്ക് ആവും, സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു കാർബാനയോണും ഫോം ചെയ്യും. റാഡിക്കലും ഉണ്ട്, ആനയോണും ഉണ്ട് അല്ലേ. റാഡിക്കൽ ആനയോൺ ഫോം ചെയ്തു, പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ആദ്യം ഒരു പ്രോട്ടോൺ വരും, വീണ്ടും എന്താണ് ഇലക്ട്രോണിനെ വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു ആനയോൺ ഫോം ചെയ്തു, വീണ്ടും പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജനെ ആഡ് ചെയ്യും.
അപ്പോൾ നമുക്ക് ട്രാൻസ് ആൽക്കീനെയും കിട്ടാം. അപ്പോൾ ഒരു ആൽക്കൈൻസിൽ നിന്നും ട്രാൻസ് ആൽക്കീൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഈ ഒരു സോഡിയം ബാർ ലിക്വിഡ് അമോണിയ റിയേജൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇവിടെ സയനൈഡ് ഗ്രൂപ്പാണ് പ്രസൻസ് ആയിട്ടുള്ളത്. സയനൈഡ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിംഗിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യണോ ഈ റിംഗിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ റിംഗ് ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് ഇലക്ട്രോൺ വരും. അപ്പോൾ ഈ റിംഗിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും, ഒരു ഹൈഡ്രജനെ ഇവിടെ ആഡ് ചെയ്യും. ഓൾറെഡി ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ചില കേസിൽ ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും പ്രസൻ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്കറിയാം ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പിന് നമ്മൾ എന്താണ് റീജിയോ കെമിസ്ട്രി അവിടെ ഡിഫൈൻ ചെയ്യുന്നത് ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ്. കാരണം ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ് ഒരു റിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ശരിക്കും റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ മെക്കാനിസം വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ് എന്ത് റേറ്റ് കൂടുതലുള്ള റിയാക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യും. എപ്പോഴും ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്യുക. ഏത് കാർബണിലാണോ ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത് ആ ഒരു കാർബണിൽ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റും ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സൈഡിലാണ് ഡബിൾ ബോണ്ട് വരിക. അത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് എഴുതണം കേസിൽ. അതാണ് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി OCH3 വരുമ്പം OCH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് വരിക ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് OCH3 അവിടെ ഉണ്ട്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് ഈ രണ്ട് കേസിൽ ഇവിടെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ട് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് കിട്ടുക. ഇത് ഓൾറെഡി ഇവിടെ ഉള്ള ഹൈഡ്രജൻ ആണ്, ഇത് നമ്മൾ ആഡ് ചെയ്ത ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് വരിക. ഇനി COOH എന്താണ് COOH ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോൺ വിത്ത് ഡ്രോയിങ് ഗ്രൂപ്പാണ് റിങ്ങിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ഇതാ ഈ ഹൈഡ്രജനിലാണ് കാർബൺ വന്നിട്ട് ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഹൈഡ്രജൻ വരുന്നത് ഈ കാർബണിലോട്ടാണ്. അപ്പോൾ ഇവിടെയും ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് കിട്ടുക. ഇനി രണ്ട് CH3 ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ CH3 എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് അല്ലേ CH3 എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റുള്ള കാർബണിലാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് വരുന്നത് ഇവിടെ. ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് COH വരുമ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത് എന്നുള്ളത്. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ വെച്ചാൽ OH വരുമ്പോൾ OH എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ റിങ് എന്താണ് ഈ റിങ് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ എന്തായാലും ഇവിടോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യൂല. അപ്പോൾ ഈ റിങ്ങിലാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്. അത് ഇതാണ് ആൻസർ വരിക. ഇതിലിവിടെയാണ് ആഡ് ചെയ്യുന്നത്, ഇതിലിവിടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ ആൻസറിൽ വരുന്നില്ല. A ആണ് ആൻസർ. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് ഡാബ്കോ റിയേജൻ്റ് ആണ്. എന്താണ് ഡാബ്കോ 1,4 ഡൈഅസ ബൈസൈക്ലോ 2,2,2 ഒക്ടെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാബ്കോ റിയേജൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സിമിലിയർ സ്ട്രക്ചറാണ്, മാറ്റി വരച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 3D പിക്ചർ. കുറച്ച് അഡ്വാൻറ്റേജസ് ഓഫ് ഡാബ്കോ ആണ്. ഇൻഎക്സ്പെൻസീവ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, അതേപോലെ തന്നെ ഹൈ സെലക്ടിവിറ്റി ആൻഡ് എക്സലൻ്റ് ഈൽഡിലൊക്കെ നമുക്ക് പ്രോഡക്റ്റ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ശരിക്കും ഈ ഡാബ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണൈൽ കോമ്പൗണ്ടും ഒരു ആക്ടിവേറ്റഡ് ആൽക്കീനെയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ന്യൂ കാർബൺ ബോണ്ട് ഫോം ചെയ്യുകയാണ് ശരിക്കും ഡാബ്കോ റിയേജൻറ്റിൻ്റെ റിയാക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാബ്കോ റിയേജൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് ഫിനൈൽ. ഈ OH എന്താണ് ഹൈഡ്രോളൈസ് ചെയ്യും. അത് നമ്മൾ മെക്കാനിസത്തിൽ പറയും എങ്ങനെയാണ് നടക്കണം എന്നുള്ളത്. സോ C ഡബിൾ ബോണ്ട് CH2 മീഥൈൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ. അങ്ങനെ ഡാബ്കോ റിയേജൻ്റ് വെച്ചിട്ടുള്ള 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡൈക്കീറ്റോൺ ആണ്.
അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് കിട്ടുക. മെക്കാനിസം എങ്ങനെയാണ് പറയാം, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സിന്തസിസ് ഓഫ് ഡാബ്കോ ആണ് എങ്ങനെയാണ് ഈ റിയേജൻറ്റ് സിന്തസൈസ് ചെയ്യണത് എന്നുള്ളത്. ഇതൊരു ആൽക്കഹോൾ ഗ്രൂപ്പ് കണ്ടെയ്നിങ് അമീനാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രോട്ടോണേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, പ്രോട്ടോണിനെ ആഡ് ചെയ്യും. OH2+ ആയിട്ട് മാറും അത്. ഇതിൽ നിന്ന് വാട്ടർ ഒരു ഗുഡ് ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ വാട്ടർ പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്തുണ്ടാവും, ഒരു കാറ്റയോൺ ഫോം ചെയ്യും, CH2+. ഈ CH2+ന് നമ്മൾ സൈക്ലൈസേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ CH2+ ഇവിടെ നൈട്രജൻ്റെ 2 ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇതൊരു NH2 എന്നുള്ള ഒരു ഇത് നോക്കണ്ട, ഒരു NH2 എന്നുള്ള ഒരു സൈക്ലൈസേഷൻ ഇവിടെ നടക്കും. അപ്പോൾ ഈ ഒരു കാർബോകാറ്റയോണിൻ്റെ സൈക്ലൈസേഷനാണ് ഇത്. ഇതിൽ നമ്മൾ ഈ കാർബോകാറ്റയോൺ 2 മോളിക്യൂൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഇതിലോട്ട് നമ്മളുടെ ഈ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പം ഇത് പിന്നെ 4 ബോണ്ടാണ് ഇപ്പം നൈട്രജൻ്റെ മുകളിൽ വരുന്നത്. പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ അടുത്ത് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ എന്തായാലും ബോണ്ട് ഈ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ആ പോസിറ്റീവ് ചാർജും ഈ ലോൺ പെയർ ഓഫ് നൈട്രജൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോണ്ട് കിട്ടും, NH2+. അതിലുണ്ടാവും. അതിനെ പ്രോട്ടോണേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് NH3+ ആവും. NH3 എന്താണ്, ലീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് ഡാബ്കോ നമ്മളുടെ റിയേജൻറ്റ് കിട്ടും. സിന്തസിസ് ആണ്. സിന്തസിസിൽ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിന്തസിസ് കിട്ടും. ഇനി ബെയ്ലീസ് ഹിൽമാൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷനാണ് ഡാബ്കോ റിയേജൻറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ന്യൂ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ പോർ ആൽക്കീൻ ആൻഡ് എ കാർബണൈൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ ആ കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ ഡെറിവേറ്റീവ്. ഒരു കാർബണൈൽ കോമ്പൗണ്ടും അതേപോലെ തന്നെ ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുള്ള ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോൺ പോർ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അങ്ങനത്തെ ഒരു ആൽക്കീനും ഒരു കാർബണൈൽ ഗ്രൂപ്പും നമ്മളുടെ ഡാബ്കോ റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ആ ആൽക്കീൻ അതേപോലെ തന്നെ റിട്ടൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ ഫോം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ന്യൂ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ന്യൂ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ശരിക്കും ബെയ്ലീസ് ഹിൽമാൻ റിയാക്ഷൻ. അതിൻ്റെ മെക്കാനിസം ഇതാണ്. ഇതാണ് നമ്മളുടെ ആൽക്കീൻ. ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. കോൺജുഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഈ ബോണ്ട് ഇങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇവിടെ എന്താണ്, ഈ മൈനസ് ചാർജും 2 ഇലക്ട്രോണും വരും. ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോണിനെ നൈട്രജനിലുള്ള 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെന്താ വെച്ചാൽ ഈ ഓക്സിജനിലുള്ള മൈനസ് ചാർജ് വീണ്ടും ഇങ്ങോട്ട് തന്നെ ഇറങ്ങും. അപ്പോൾ നമ്മളുടെ ഡാബ്കോ വന്നിട്ട് എന്ത് ചെയ്തു, ഡാബ്കോ വന്നിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ആൽക്കീനിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തു. ആ ഒരു റിയാക്ഷനാണ് ഇത്രയും. ഡാബ്കോ വന്നിട്ട് നമ്മളുടെ ഈ ഒരു ആക്ടിവേറ്റഡ് ആൽക്കീനിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തു. എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഇത് സ്റ്റെബിലൈസേഷൻ കാരണം ഇവിടെ ഒരു പോസിറ്റീവ്, ഇതിൻ്റെ ആൽഫ ബീറ്റ പൊസിഷൻ എന്താണ്, ബീറ്റ പൊസിഷൻ ഇലക്ട്രോഫിലിക് ആണ്. അതുകൊണ്ട് തന്നെ ആ ബീറ്റ പൊസിഷനിൽ നമ്മളുടെ ഡാബ്കോൻ്റെ നൈട്രജൻ്റെ 2 ഇലക്ട്രോൺ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ആ ബോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ട് ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജും 2 ഇലക്ട്രോണും ഉണ്ട്. ഇനി നമ്മളുടെ കാർബണൈൽ കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ കാർബണൈൽ കോമ്പൗണ്ട് എന്താണ്, ഇത് ഈ ബോണ്ട് കയറുമ്പോൾ ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങോട്ടൊരു ബോണ്ട് ഫോം ചെയ്യും. മൈക്കേൽ അഡീഷൻ നടക്കും അവിടെ. അപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് ആണ് ഇത്. നമ്മളുടെ ഡാബ്കോ ആഡ് ചെയ്തിട്ടുണ്ട്.
നെഗറ്റീവ് ചാർജ്. ഇതൊരു സിറ്റർ അയോൺ ആണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് എന്താ ചോദിച്ചാൽ സിറ്റർ അയോൺ ആണ്. കാരണം ഈ ഒരു ഓക്സിജൻ്റെ പുറത്തുള്ള നെഗറ്റീവ് ചാർജും നൈട്രജൻ്റെ പുറത്തുള്ള പോസിറ്റീവ് ചാർജും രണ്ട് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്താണ് സിറ്റർ അയോൺ ഇൻ്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡബിൾ ബോണ്ട് വീണ്ടും കയറും. ഒരു ബേസിൻ്റെ പ്രസൻസിൽ നമ്മൾ NaOH ആണ് ആഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ H2O ആണ് ആഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ H+ എന്ത് ചെയ്യും? ഈ O- ഇല്ലായിരുന്നോ, ആ O- ഹൈഡ്രജൻ വരും. അപ്പോൾ അത് OH ആയിട്ട് മാറും. വീണ്ടും ഈ ഡബിൾ ബോണ്ട് തിരിച്ച് കയറുമ്പോൾ ഡബിൾ ബോണ്ട് വന്നു. ഇനി ഈ റിങ്ങിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജനെ വന്നിട്ട് നമ്മളുടെ ബേസ് ഇതിൽ OH- പ്രസൻസ് ആണ്. ആ OH- എന്തും ഈ ബേസിനെ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് എന്താണ്, ഈ ഹൈഡ്രജന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡാപ്കോ റിയേജൻറ്റ് നമുക്ക് അതിന് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇത് പോവുകയും ചെയ്യും. ഇതാണ് റിയാക്ഷൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ആദ്യം അതിൽ ഡാപ്കോ അതിൽ ആഡ് ചെയ്യും. ആ ആൽക്കീൻ്റെ ഇലക്ട്രോഫിലിക് സെൻറ്ററിലോട്ട് ഡാപ്കോ ആഡ് ചെയ്യും. വീണ്ടും അതിന് പ്രോട്ടോണേഷൻ നടത്തി കഴിഞ്ഞാൽ OH ആവും. വീണ്ടും ഒരു ഡീപ്രോട്ടോണേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഡാപ്കോനെ റിമൂവ് ചെയ്യുകയും ചെയ്യാം, ആൽക്കീനെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. ഇതാണ് റിയാക്ഷൻ്റെ മെക്കാനിസം. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഒരു ആൽക്കീൻ ഉണ്ട്. ആൽക്കീൻ്റെ പ്രത്യേകത എന്താണ്, ആക്ടിവേറ്റഡ് ആൽക്കീൻ ആണ് അല്ലേ. കാരണം എന്താണ്, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ആക്ടിവേറ്റഡ് ആൽക്കീൻ ആണ്. ഇത് പോയിട്ട് എന്ത് ചെയ്യും, നേരെ വന്നിട്ട് ഇവിടെ കാർബൺ ബോണ്ട് ഫോം ചെയ്യും. മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ശരിക്കും അതിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ആ കാർബൺ ബോണ്ട് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് അവിടെ റീറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ളത് പ്രോഡക്റ്റ് അതേപോലെ തന്നെ. ഇനി ഇതാണെങ്കിലോ, കാർബൺ ബോണ്ട് പുതിയത് ഇവിടെ ഫോം ചെയ്തു. ബാക്കിയുള്ള നമ്മളുടെ ഡബിൾ ബോണ്ട് ഇവിടുത്തെ എന്താവും, OH ആവണുണ്ട് അല്ലേ. ബാക്കിയുള്ളത് അതേപോലെ തന്നെ. ഇത് അനദർ എക്സാമ്പിൾ. ആൽക്കീന് വേണം, ഒരു ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ള ഒരു ആൽക്കീൻ വേണം, ഒരു കാർബണൈൽ കോമ്പൗണ്ട് വേണം. അപ്പോൾ നമുക്ക് ആൽക്കീൻ റിട്ടൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും. ഇനി വേറൊരു സിന്തറ്റിക് ആപ്ലിക്കേഷനാണ് റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻസ് ഓഫ് അസിഡിഡീൻസ് വിത്ത് അമൈൻസ് ഓർ തയോൾസ്. ഇവിടെ അസിഡിഡീൻ ഉണ്ട്, തയോളും ഉണ്ട്. അപ്പം അസിഡിഡീൻ്റെ റിംഗ് ഓപ്പണിംഗ് റിയാക്ഷൻ നടക്കും ഇൻ പ്രസൻസ് ഓഫ് ഡാപ്കോ. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. ഇവിടെ സൾഫറിൻ്റെ ഹൈഡ്രജൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NH2 പിന്നെ ഓപ്പൺ ചെയ്ത റിങ്ങിലോട്ട് നമ്മളുടെ പുതിയൊരു കാർബൺ ബോണ്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് സിന്തസിസ് ഓഫ് ഐസോതയോസൈനേറ്റ്സ്. അപ്പോൾ ഐസോതയോസൈനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോഡക്ട്സിൻ്റെ ഒരു ഫങ്ഷണൽ ക്ലാസ് ആണ്. ആൻഡ് ഫാർമസ്യൂട്ടിക്കലി വെരി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ സിന്തസിസ് എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡാപ്കോ റിയേജൻറ്റ് യൂസ് ചെയ്യാം. ഒരു പ്രൈമറി അമൈൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡാപ്കോൻ്റെ പ്രസൻസിൽ ഐസോതയോസൈനേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു ഡാപ്കോൻ്റെ ആപ്ലിക്കേഷനാണ്. ഇനി എസ്റ്റേഴ്സും അൺഹൈഡ്രൈഡ്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റേഴ്സും അൺഹൈഡ്രൈഡ്സും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡാപ്കോ യൂസ് ചെയ്യാം. ഇതൊരു അൺഹൈഡ്രൈഡ് ആണ്, ആസിഡ് ക്ലോറൈഡ് ആണ്. ഇതെന്താണ്, ആൽക്കഹോളാണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു എസ്റ്റർ ഫോം ചെയ്യും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഹൈഡ്രൈഡ്സിനെയും പ്രിപ്പയർ ചെയ്യാം. ഇനി സിമെട്രിക്കൽ കാർബോക്സിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാപ്കോ യൂസ് ചെയ്യാം. ഇതാണ്, നമ്മളൊരു ആസിഡിനെ എടുത്തു, ആ ആസിഡിൽ ഡാപ്കോ റിയേജൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രിക്കലി ആയിട്ടുള്ള കാർബോക്സിലിക് ഗ്രൂപ്പ്സിനെ നമുക്ക് അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഡാപ്കോൻ്റെ സിന്തറ്റിക് ആപ്ലിക്കേഷൻ, അതിൻ്റെ സിന്തസിസ് ആൻഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ.